ഷജറകളാകെ നടുമുറ്റത്ത് പട്ടി കുടുങ്ങിയ മാതിരി കുടുങ്ങിയിട്ടുണ്ട്. ചോദ്യം അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരിക്കെതിരെ വ്യക്തിപരമായി ഉന്നയിച്ച ആരോപണങ്ങളിൽ എന്തുകൊണ്ട് അയാളെ ഭാഗം കേട്ടില്ല എന്നുള്ളതാണ്. അതായത് ജാതിന്ന് പുറത്താക്കണ വർത്താനം, മതവിരുദ്ധത, നബി നിന്ന പോലുള്ള ഗുരുതരമായ വർത്താനൊക്കെ ഒരു മനുഷ്യനെതിരെ പറയുമ്പം അയാളെ ഭാഗം ഒന്ന് കേൾക്കുക എന്നുള്ള ഒരു മിനിമം മര്യാദയല്ലേ, മാനുഷിക പരിഗണനല്ലേ, അതല്ല അതിന്റെ നീതി, ദീന്റെ നിയമം അതല്ലേ. നമ്മളെ കോയക്കുട്ടി ഉസ്താദ്, കാളമ്പാടി ഉസ്താദ്, ചെറുശ്ശേരി ഉസ്താദ് പോലുള്ള വയോധികരായ പണ്ഡിതന്മാരൊക്കെ യൂസുഫ് സുൽത്താനെ കേൾക്കാൻ വേണ്ടി വെജാത്ത മനുഷ്യന്മാര് എറണാകുളത്തൊറ്റം പോയതും യൂസുഫ് സുൽത്താനെ മണിക്കൂറുകൾ സഹിച്ച് കത്തി കേട്ട് നിന്നതും അതൊക്കെ എന്തിനാ? ഒരാളെ കേൾക്കണം ഒരു ആരോപണം ഉന്നയിക്കുമ്പോ, അതല്ലേ നമ്മളെ പാരമ്പര്യം. അതെന്തുകൊണ്ട് ഹക്കീം ഫൈസിന്റെ കാര്യത്തിൽ ചെയ്തില്ല? മാത്രല്ല ഈ വിഷയം പെട്ടെന്നാണ് കോലം മാറിയേക്കാണല്ലോ. എന്നാലിന്ന കുഴപ്പം CIC ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് CIC ആയിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞേക്കല്ല, പെട്ടെന്ന് കളി മാറി. ഹക്കീം ഫൈസിക്ക് ഇന്നാലിന മതവിരുദ്ധതയും മറ്റേ ബിരിനൊക്കെ ഉണ്ട്, അതുകൊണ്ട് അയാൾ നേതൃത്വം കൊടുക്കുന്ന സംവിധാനമായിട്ട് ഞമ്മക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് മാറിയേക്കാണ്. പിന്നെ ഇപ്പൊ അയാൾക്ക് ബന്ധമുള്ള സംവിധാനമാണ് മറ്റേ എന്താ പറയാ വേൾഡ് യൂണിവേഴ്സിറ്റികളെ സംഘടനക്ക്, അതിലൊക്കെ ഇപ്പൊ നമ്മള് MOU ഒക്കെ ഒപ്പിട്ട്, അതൊക്കെ പോട്ടെ, എന്തോ ആട്ടെ. ഇപ്പതാ മറുപടി ആയിട്ട് ഇറങ്ങിക്ക. നമ്മളൊക്കെ ഈ ചോദ്യം ഉന്നയിച്ചപ്പോ നമ്മളൊക്കെ എന്തിനാ പറഞ്ഞത്? ഈ വിഷയത്തിന് തീർപ്പ് കാണാനാ. ഇത് തനി ഉണ്ടത്തിരിക്കാരായ കടുത്ത പാണക്കാട് വിരോധികളായ സമസ്തക്കുള്ളിലുള്ള ശബിതന്മാരായ കുറച്ചെണ്ണം ഉണ്ട്. ആ ആളുകൾ ഉണ്ടാക്കിയ കുതന്ത്രന് അതിൽ അറിഞ്ഞോ അറിയാതെ നമ്മളെ ഉസ്താദുമാർ പെട്ടതാ. പാണക്കാട്ടെ തെങ്ങന്മാരെ അപഹസിക്കാൻ, അവർ നേതൃത്വം കൊടുക്കുന്ന സംവിധാനത്തിന് അവമതിക്കാൻ, ചവിട്ടിത്തേക്കാൻ ഇവരെടുത്ത കുതന്ത്ര പദ്ധതിയേനി. അതിനാണ് ഹക്കീം ഫൈസിന്റെ അരക്ലിപ്പും മുറിക്ലിപ്പും ഒക്കെ ആയിട്ട് കുന്നുംകുളവന്മാരൊക്കെ വന്ന്. അപ്പം ഞാൻ അതിന്റെ ഫുൾ ഭാഗം കേട്ട് അതിന് അയാളോട് വിശദീകരണം ചോദിച്ച് ഇങ്ങനെ വേണ്ട ചെയ്യാന്, ഹക്കീം ഫൈസിന്റെ ഭാഗം ഒന്ന് കേൾക്കണ്ടേ എന്നുള്ള ചോദ്യം. അപ്പൊ ദാ അമ്പലക്കടവിന്റെ ഒരു മറുപടി കേൾപ്പിച്ചു തരട്ടെ, വീഡിയോ അത് കേൾക്കണം. അതിനപ്പത് വന്ന് അപ്പൊ ഉടായിപ്പ് മറുപടി ആയിട്ട് ഇറങ്ങിക്കാത് മാനന്തവാടി മരമാക്രി ഫൈസി, നീലഗിരി മൂലക്കുരു മൗലവി, മുജീബ് അൻസരി, ഇവലൊക്കെ പാടെ ഇറങ്ങിയിട്ടുണ്ട് ഉടായിപ്പ് മറുപടി ആയിട്ട്. പലവട്ടം കേട്ടില്ലേ, ഇവലെ പറഞ്ഞിട്ട് കാര്യമില്ല, പാവം വയസ്സായി വാക്കോട് ഉസ്താദൊക്കെ അതൊക്കെ പറയുന്നുണ്ട്, കേട്ടില്ല കേട്ടില്ല എന്ന് പറയുന്നുണ്ട്, പലവട്ടം കേട്ടില്ലേ. ഇനി ഈ ഒരു ഉടായിപ്പായിട്ട് നടക്കാനേ കഴിയുള്ളൂ. കാരണം ചെയ്ത കാപ്പട്യത്തിനെ ന്യായീകരിക്കാൻ അതാണ് വിധിയെങ്കിൽ മരിച്ചോളും നോണറേണ്ടി വരും കേട്ടോ ഷജറള്. ഞാൻ മനസ്സിലാക്കിയതാ. മുടിക്കാരമാതിരി മരിച്ചോളും പറയുന്നുണ്ട്. ഇപ്പോഴും ചില മുടിക്കാർ പറയും ജനലക്ഷങ്ങളെ സാക്ഷിയാക്കി സനത് വായിച്ചില്ലേ, അതേമാതിരി പറഞ്ഞുകൊണ്ടേക്കേണ്ടി വരും. പലവട്ടം കേട്ടില്ലേ. കേട്ട എന്ത് വിഷയത്തിലാ? അയാൾക്കെതിരെ വ്യക്തിപരമായി ഉന്നയിച്ച ആരോപണങ്ങളിലല്ല. അടുത്ത സ്പോർട്സ് മീറ്റ് ഒരു ചർച്ചയാണ് 2019 നടന്ന്. അമ്പലക്കടവ് പറഞ്ഞത് കേട്ടോളി എന്താ വിഷയം എന്നൊക്കെ. സ്പോർട്സ് മീറ്റ്, അതായത് വാഫിയിൽ, അത് മദർസി സ്കൂളും ഒക്കെ പാടെ ഒപ്പം പഠിപ്പിച്ചിട്ടുള്ള പരിപാടിയാണല്ലോ, മതഭൗതിക സമന്വയം. അതിൽ സ്പോർട്സ് മീറ്റ് നടത്താൻ പറ്റുമോ പറ്റൂല എന്നുള്ളൊരു ചർച്ച. ആ വിഷയത്തിൽ ഹക്കീം ഫൈസി ചർച്ചയെ പങ്കെടുത്തിട്ടുണ്ട്. വിവാഹപ്രായത്തിന്റെ വിഷയം പോലുള്ള വിഷയങ്ങളുടെ ചർച്ചയെ പങ്കെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചൂണ്ടിക്കാട്ടിക്കാണ്ടാണ് ഈ ഓൺലൈനിലെ ഈ പൂളപുകന്മാരൊക്കെ പാടൊപ്പം പിന്നെ മറുപടി ഉണ്ടായിരുന്നത്. ഞമ്മക്കൊക്കെ മറുപടി പറയാ പോലും പലവട്ടം കേട്ടില്ലേന്ന്. 1% ഷജറകൾ ഇത് വിശ്വസിക്കും. 99% സമസ്തക്കാരും ബുദ്ധിയുള്ളവല്ല. ഓൽക്കൊക്കെ ഇതിൽ ഉടായ്പ മനസ്സിലാവും. ഹക്കീം ഫൈസിനെ വ്യക്തിപരമായി കേട്ടിട്ടില്ല, കേട്ടിണെന്ന് വരുത്തി തീർക്കുന്ന പോലത്തിന് ഇവരൊക്കെ പച്ച കളവ് പറയാം. അതിൽ വലിയോലും പൊടും ചെറിയോലും പൊടും. അയാൾക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അയാളെ കേട്ടിട്ടില്ല, അതാ നമ്മളൊക്കെ പറഞ്ഞത്. എന്നിട്ട് തനി നോണിയും പറഞ്ഞു തരാം. ഉളുപ്പുണ്ടാ മനുഷ്യന്മാരെ, അന്നം തിന്നൂടെ നിങ്ങൾക്കൊക്കെ, മരിച്ചുകൊണ്ടേ. എന്നിട്ട് നമ്മൾ നിങ്ങളെ കുറ്റം പറഞ്ഞോ മറ്റേ മറിച്ചോ. ഈ ആദ്യം നോണിയും പറഞ്ഞു നടക്കണ പിന്നെ നല്ല പറയാപ്പോ പണി. സമസ്തനല്ലേ ഇറപ്പാക്കണേ, സമസ്തക്ക് ഒരു മാനും മര്യാദ അന്തസ്സൊക്കെ അല്ലേ, ഇത് സത്യപ്രസ്ഥാനല്ലേ. ഇതിന്റെ പേരിൽ ലേബലിൽ ഈ നോണിയും പറഞ്ഞെടുക്കുക. ജനുവരി കഴിഞ്ഞു, 6 കൊല്ലം ഉപദേശിച്ചിട്ടും നേരെയാകുന്നില്ലെന്ന് മാത്രമല്ല, തിരിച്ച് വാർത്താ സമ്മേളനം നടത്തിയും ആളുകളെ കൊണ്ട് എഴുതിപ്പിച്ചും പച്ചയായി തോന്നിവാസം ഈ നേതാക്കന്മാരെ കുറിച്ച് പറയുന്ന ആളുകൾ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരാളെ കേൾക്കേണ്ട ഇറങ്ങുക? കേൾക്കേണ്ട സമയത്ത് മര്യാദക്ക് കേട്ടിട്ടുണ്ട്. സത്തർ പന്തരോട് സൂചിപ്പിച്ചു, നേർക്ക് നേരെ കേട്ടത്. ഇത്തരം ആളുകൾ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കേ. ഒരു ബുദ്ധിയുള്ള സാമാന്യ നിലയുള്ള ആളുകൾ കേൾക്കൂല. ഇങ്ങനൊക്കെ ആയിട്ടും നിങ്ങൾ പറ്റേ സമൂഹ മധ്യത്തിൽ തേജോവധം ചെയ്ത് ആളുകൾക്ക് പ്രചാരണം നടത്തുന്നില്ലല്ലോ സമസ്തയോട് നിങ്ങൾ നന്ദി പറയുക. ഹക്കീം ഉസ്താദിനെ കേട്ടു എന്ന് ന്യായീകരിക്കുന്ന ധാരാളം ക്ലിപ്പുകൾ നമ്മൾ കാണാറുണ്ട്. അതിനെ ആധാരമായിട്ട് പറയുന്നത് സമസ്ത മുഷാവറയുടെ ഒരു മിനിറ്റ്സാണ്. 2019 അത് മിനിറ്റ്സ് ചെയ്തിട്ടുള്ളത്. 2019 ഹൈദരലി ശിഹാബ് തങ്ങളുടെ സാന്നിധ്യത്തിൽ CIC നേതൃത്വവും സമസ്ത നേതൃത്വവും കൂടിയിരുന്ന് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2019 ഈ വിഷയങ്ങളൊന്നുമില്ല. അന്ന് ചർച്ച ചെയ്തിരുന്ന വിഷയം
അന്ന് വാഫി സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരിപൂർണമായും ഔറത്ത് മറച്ചുകൊണ്ട് സ്പോർട്സ് മീറ്റ് നടത്തി. മതസ്ഥാപനത്തിലെ കുട്ടികൾക്ക് സ്പോർട്സ് മീറ്റ് നടത്താൻ പറ്റൂല എന്നതായിരുന്നു ആ ചർച്ചയുടെ കാതൽ. അതിന് ഉസ്താദിൻ്റെ വിദ്യാർത്ഥിയുമായോ നിലവിൽ നടക്കുന്ന സമസ്ത പ്രശ്നങ്ങളുമായോ യാതൊരു ബന്ധവുമില്ല.